ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് 7-ാം ദിവസമാണ്. അവിടെ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട്. ഹാഷ്മി, അല്പം മുമ്പ് അവിടേക്ക് NDRF സംഘവും SDRFിന്റെയും ഒക്കെ ടീം ഈ ദൗത്യ മേഖലയിലേക്ക് അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ? ഒപ്പം നാവികസേനയുടെയും സ്കൂബ ടീമിന്റെയും പുഴയിലുള്ള തെരച്ചിലിന്റെ ഇപ്പോഴത്തെ അപ്ഡേഷൻ. ഇത് ഷിരൂരിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ്. ആ അപകടം സംഭവിച്ച സ്ഥലം ഒപ്പം ഗംഗാവലി പുഴയുമാണ്. മുമ്പ് മാപ്പിലൂടെ നമ്മൾ വിശദീകരിച്ചിരുന്നു ഈ പ്രദേശത്തിന്റെ ഒരു സാഹചര്യം. കൻവാറിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള റോഡാണിത്. ദേശീയപാത 66 അവിടെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഷിരൂർ കുന്നുകൾ ഇടിഞ്ഞ പാതയിലേക്ക് വീഴുകയായിരുന്നു. ഒരു വശത്ത് ഗംഗാവലി പുഴ, ഭാഗത്ത് ഷിരൂരിലെ കുന്നുകളാണ്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതാണ് ആ പുഴയുടെ നടുവിൽ പോലും, പുഴയുടെ മധ്യഭാഗത്ത് പോലും വലിയ തോതിൽ ഈ കുന്നിടിഞ്ഞ് വന്ന മണ്ണ് കിടപ്പുണ്ട്. അതൊരു കുന്ന് കണക്ക് തന്നെ പുഴയുടെ നടുവിൽ കാണാം. പലയിടങ്ങളിലായി ആ മൺകൂന കാണാം. ഇതൊക്കെയാണ് ഒരുപക്ഷെ തെരച്ചിലിൽ അല്ലെങ്കിൽ പുഴയിലേക്ക് ഈ ലോറി മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ദുഷ്കരമായ അല്ലെങ്കിൽ ശ്രമകരമായ, ഇപ്പോഴും നടക്കുന്നതിനേക്കാൾ ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു രക്ഷാദൗത്യമായി മാറും, തെരച്ചിലായി മാറും എന്ന് പറയാനുള്ള കാരണം പുഴയിൽ ഇത്രത്തോളം ഉയരത്തിൽ, വലിയ ഉയരത്തിൽ തന്നെ കുന്നിടിഞ്ഞ് വന്ന മണ്ണ് വീണ് കിടപ്പുണ്ട്. അത് നീക്കുക, കരയിൽ മണ്ണ് നീക്കി പരിശോധിക്കുന്ന പോലെ അല്ല ഈ പുഴയിലെ മൺകൂനയ്ക്കിടയിൽ എങ്ങനെ അത് പരിശോധിക്കുമെന്നത് ഇപ്പോഴും ഒരു വ്യക്തത വരാത്ത മേഖലയാണ്. പ്രത്യേകിച്ച് സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്നലെ തന്നെ നടത്തിയിരുന്നു നാവികസേന. ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ്. പക്ഷേ മണ്ണ് കൂടി കിടക്കുമ്പോൾ ഈ സോണാർ പരിശോധനയും അത്രത്തോളം ഫലവത്താകില്ല. റഡാർ പരിശോധനയ്ക്ക് തന്നെ വെല്ലുവിളി വെള്ളം നിറഞ്ഞ അല്ലെങ്കിൽ കുത്തിയൊലിച്ച് വെള്ളം ഇറങ്ങുന്ന ചെളി നിറഞ്ഞ മണ്ണിൽ, അതൊരു ഡ്രൈ ലാൻഡിൽ മാത്രമാണ് റഡാർ അത്രത്തോളം എഫക്റ്റീവ് ആവുക. സോണാർ ആണെങ്കിൽ വെള്ളത്തിലാണ് എഫക്റ്റീവ് ആവുക. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പോലും വലിയ തോതിൽ മണ്ണും കല്ലുമൊക്കെ അടിഞ്ഞു കിടക്കുന്നിടത്ത് അതിനടിയിലാണോ ഈ വാഹനമുള്ളത് എന്ന ഒരു സംശയം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം റഡാർ സ്പോട്ട് ചെയ്ത സിഗ്നലുകൾ ലഭിച്ച 2-3 ഇടങ്ങളിൽ ഇന്നലെ കാര്യമായി മണ്ണ് നീക്കി പരിശോധിച്ചപ്പോഴും ലോറിയുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ലോറിയുടെ എന്തെങ്കിലും സൂചനയോ ലഭിച്ചില്ല. പക്ഷേ ഒരല്പം കൂടി പ്രദേശം ബാക്കിയുണ്ട്. ഇന്ന് ആദ്യം രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞതും അതാണ്. ആ പ്രദേശത്ത് പാറകൾ വന്നടിഞ്ഞിട്ടുണ്ട്. ആ പാറകൾ പൊട്ടിച്ച് നീക്കിക്കൊണ്ട്, ഹിറ്റാച്ചി ഉപയോഗിച്ച് പോലും നീക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ പാറകളാണ് അവിടെ വന്ന് വീണിരിക്കുന്നത്. ആ പാറ പൊട്ടിച്ച് നീക്കിക്കൊണ്ട് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണാം. ആ റോഡ് 4 വരിപ്പാതയാണ്. 2 ഭാഗങ്ങളായി, നടുവിൽ ഡിവൈഡർ 2 ഭാഗങ്ങളായി പിരിയുന്ന ഭാഗത്തെ ആ റോഡിൻ്റെ എഡ്ജ് വരെ, വശം വരെ ഏതാണ്ട് മണ്ണ് നീക്കി റോഡ് തെളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും വാഹനം പാർക്ക് ചെയ്യുക റോഡിൻ്റെ വശത്തായിരിക്കും. അതുകൊണ്ട് തന്നെ മുമ്പ് അവിടെ ധാബയുണ്ടായിരുന്ന ആ ചായക്കടയുടെ നേരെ എതിർഭാഗത്തെ ഏതാണ്ട് മണ്ണ് പൂർണ്ണമായും നീക്കി. പക്ഷേ അവിടെ ലോറിയുടെ ഭാഗങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. ഇനി അല്പം കൂടി മുന്നിലേക്ക് ഒരുപക്ഷേ ഈ മണ്ണിടിച്ചിലിൽ ലോറി നീങ്ങിപ്പോയിരിക്കാം, അല്ലെങ്കിൽ വാഹനം പാർക്ക് ചെയ്ത് കുറെ കൂടി മുന്നിലാണ് എന്ന ഒരു വിവരം കൂടി ചില ദൃക്സാക്ഷികൾ നൽകുന്നുണ്ട്. ഹാഷ്മി ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. ഹാഷ്മി, ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് ആ വലിയ കുന്നിടിഞ്ഞതിൻ്റെ ഭീകരത എത്രത്തോളം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം പുഴയിൽ എത്രത്തോളം മണ്ണുണ്ട് എന്നതിൻ്റെയും ഒരു ഭീതിതമായ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നത്തെ തെരച്ചിൽ, മണ്ണ് നീക്കമൊക്കെ ആരംഭിച്ചു. വലിയ കല്ലുകൾ നീക്കം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഉറപ്പായും കണ്ടാൽ പേടിയാവുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഗോകുൽ. അത് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഷിരൂർ കുന്നുകളുടെ ദൃശ്യങ്ങൾ മാത്രമല്ല, നമ്മളിപ്പോ ഇന്നലെ രാത്രി അല്ലെങ്കിൽ രാവിലെ വരുന്ന വഴിയിലൊക്കെ റോഡിലേക്ക് പലയിടങ്ങളിലെ ദേശീയപാതയിൽ ഇത്തരത്തിൽ ചെറുതും വലുതുമായി മണ്ണിടിഞ്ഞ് കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങൾ അടച്ചു വെക്കുന്നുണ്ട്, അതിലപ്പോൾ വലിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകെ നനഞ്ഞു കുതിർന്ന് വിള്ളൽ വീട് നിൽപ്പാണ് ഈ പശ്ചിമഘട്ടത്തിലെ ഷിരൂർ കുന്നുകൾ. അപ്പോൾ അതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്തായാലും ഇന്നത്തെ രക്ഷാദൗത്യം രാവിലെ തുടങ്ങുകയാണ്. SDRF NDRF സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അത് ഇന്നിപ്പോൾ സൈന്യത്തിന്റെ ഏതാണ്ട് പൂർണ്ണ തോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനം കൂടി ഇന്ന് ആരംഭിക്കും. കൂടുതൽ സോണാർ എത്തിച്ചുകൊണ്ട് കൂടുതൽ സാങ്കേതിക വിദ്യയിൽ സഹായിക്കുന്ന 10-15 മീറ്റർ ആഴത്തിൽ പരിശോധന നടത്താൻ കഴിയുന്ന റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈന്യത്തിന്റെ ഒരു ഫുൾ ഫ്ലഡ്ജ് രക്ഷാപ്രവർത്തനം ഇന്നാകും നടക്കും. ഇന്നെന്തായാലും പുഴ കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതൽ പുഴ കേന്ദ്രീകരിച്ചു കൂടിയുള്ള രക്ഷാദൗത്യം ഇന്ന് ഒരു തെരച്ചിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയം രഞ്ജിത്ത് ഇസ്രായേൽ നമ്മോട് സംസാരിച്ചത് ഇത് മണ്ണ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇത് കരയിൽ തന്നെയാണ്, അതല്ലാതെ ഇത് ഏതെങ്കിലും തരത്തിൽ പുഴയിലേക്ക് പോയിട്ടാണോ ഒരു സാധ്യതയും
സാധ്യതയില്ല എന്ന് രഞ്ജിത്ത് പിന്നെയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ അവരുടെ റവന്യൂ മന്ത്രിയൊക്കെ പറഞ്ഞ 90% മണ്ണ് മാറ്റി കഴിഞ്ഞു, അതിനുള്ളിൽ വണ്ടിയില്ല എന്ന ഏതാണ്ട് ഒരു വൈൻഡ് അപ്പ് സ്വഭാവത്തിൽ കർണാടക സർക്കാരിന്റെ ചില പ്രതികരണങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കരയിലെ തെരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇന്നും 90% മണ്ണ് മാറ്റി എന്ന് പറയുമ്പോൾ പോലും ബാക്കി സ്ഥലങ്ങളിൽ മണ്ണുണ്ട്. ഇത് മാറ്റിയിട്ട സ്ഥലങ്ങളിലെ മണ്ണുണ്ട്. ബാക്കി 10% മണ്ണെന്ന് പറയുമ്പോൾ പോലും ഹ്യൂജ് വോളിയം ഓഫ് മണ്ണാണ് ഗോകുൽ. അപ്പൊ അതെന്തായാലും പരിശോധിച്ചാൽ മാത്രമേ അതിന്റെ സാധ്യതകൾ പൂർണ്ണമായി അടച്ചു കളയാൻ കഴിയുകയുള്ളൂ. പിന്നെ ഈ പറയുന്ന ഈ ഗംഗാവലി പുഴ എന്ന് പറയുന്നത് നീണ്ടു പരന്ന് ഒരുപാട് വെള്ളവുമായി അങ്ങനെ ആഴത്തിലോ അങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ ഇതിനുള്ളിലൊക്കെ തെരച്ചിൽ അതിസങ്കീർണ തെരച്ചിലാകുന്ന ഒരു തർക്കവുമില്ല. മാത്രമല്ല ഇതിനുള്ളിൽ ആദ്യ ദിവസങ്ങളിൽ നാവികസേന അവരുടെ ഡൈവർമാരൊക്കെ ഇറക്കിക്കൊണ്ടുള്ള വലിയ സംവിധാനങ്ങൾ അവിടെ നടത്തിയിരുന്നു. അങ്ങനെ അപ്പൊ ഇതിനുള്ളിൽ ഈ ഡൈവർമാരെ ഇറക്കി ആഴത്തിൽ പരിശോധിക്കുകയൊക്കെ അതിസങ്കീർണമാകും. അതാണ് കാണുന്നത്. ഇപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നതാണ് അവിടെ ഈ ശിരൂർ കുന്നുകൾ ഇടിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കൺമുന്നിൽ കാണാം. ആ മണ്ണ് കുറെ അധികം മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോഡ് കണക്കിന് മണ്ണ് അവിടുന്ന് മാറ്റിയിട്ടും ഇങ്ങനെ കിടപ്പാണ്. മാത്രമല്ല കുഴഞ്ഞു മറിഞ്ഞ് വെള്ളവും ചളിയും ഒക്കെ ചേർന്ന ഒരു സ്ലറി എന്ന് പറയുന്ന രൂപത്തിൽ കുഴഞ്ഞു മറിഞ്ഞിങ്ങനെ കിടപ്പാണ്. അവിടെ മണ്ണ് മാറ്റിയുള്ള പരിശോധന വളരെ വേഗം നടക്കില്ല എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ കൂടിയും ആ പേസ് കിട്ടാവുന്ന ഒരു പേസിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. അതിൽ ഇപ്പോൾ നടത്താവുന്ന പരമാവധി പേസിലേക്ക് ഇപ്പോൾ കരസേനയും സംഘങ്ങളും NDRF SDRF സംഘങ്ങൾ എത്തുന്നുണ്ട് എന്ന കാര്യം സംശയമില്ല. ഇന്ന് 7ാം നാളാണ്, നമ്മൾ പറയുന്നത് 7ാം നാൾ ആണ് ഗോകുൽ. 7ാം നാളും ഏതെങ്കിലും തരത്തിലുള്ള സൂചന പ്രിയപ്പെട്ട പ്രേക്ഷകർ കൊടുക്കാനാവുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം, അല്ലെങ്കിൽ അതിന്റെ വീട്ടുകാർക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ കൊടുക്കാനാവുന്നില്ല എന്നുള്ള അങ്ങേയറ്റം ദൗർഭാഗ്യകരവും നിരാശാജനകമാണെന്ന് പറയുമ്പോൾ പോലും സാഹചര്യം അങ്ങനെയാണ്, കാലാവസ്ഥ അങ്ങനെയാണ്. ഇന്നിപ്പോൾ രാവിലെ പെരുമഴയാണ്. രാവിലെയൊക്കെ തുള്ളിക്കൊരുകൂടം എന്ന് പറയുമ്പോൾ പെരുമഴയാണ്. അതിനുശേഷം ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു. മഴ മാറി നിൽക്കുന്ന സമയത്താണ് രക്ഷാദൗത്യം കൂടുതൽ സജീവമാകുന്നത്. മാത്രമല്ല രാത്രിയാകുമ്പോഴേക്കും ഒരു 7-8 മണിയാകുമ്പോഴേക്കും രക്ഷാദൗത്യം അവസാനിപ്പിച്ച് മടങ്ങുന്ന രക്ഷാദൗത്യ സംഘത്തെയൊക്കെയാണ് നമ്മൾ കണ്ടത്. നമുക്കത് ഉറപ്പായും അപരിചിതമാണ് ഗോകുൽ. കാര്യം നമ്മൾ കവളപ്പാറയും പെട്ടിമുടിയും പുത്തുമലയും ഒക്കെ കണ്ടവരാണ്. അവിടെയൊക്കെ രാക്കാലങ്ങളിൽ നമ്മൾ രക്ഷാദൗത്യം അവസാനിപ്പിച്ചവരല്ല. പക്ഷെ ഇവിടെ രക്ഷാദൗത്യം അവസാനിപ്പിക്കുകയാണ്. അതിന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെയാണ് അവർ പറയുന്നത്. അത് ചിലപ്പോൾ ശാസ്ത്രീയമായി ശരിയുമായിരിക്കും, നമുക്കറിയാം. നമ്മുടെ ഒരാഗ്രഹം കൊണ്ട് രാത്രിയും നമ്മുടെ അർജുൻ ജീവനോടെ അതിനുള്ളിൽ ഉണ്ട് എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് രാത്രി പരിശോധന നടത്തി 1 മിനിറ്റ് പോലും പാഴാക്കാതെ അവനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായതുകൊണ്ട് അദ്ദേഹത്തിൽ തോന്നുന്നാകാം രാത്രി രക്ഷാദൗത്യം നിർത്തുന്നതിൽ നമുക്കുണ്ടാകുന്ന ഒരു ധാർമ്മിക രോഷം. പക്ഷെ രഞ്ജിത്ത് ഇസ്രായേലൊക്കെ പറയുന്നുണ്ടായിരുന്നു രാത്രിയും രക്ഷാദൗത്യം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ അനുവാദം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല രാവിലെയൊക്കെ ഇപ്പൊ നമ്മളിപ്പോ എത്രയാണെങ്കിലും ഒരു വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലമാണ്. നമ്മുടെ അർജുന്റെ അടക്കം 3-4 പേർ അതിനുള്ളിലുള്ള സമയമാണ്. പക്ഷേ രാവിലെ നമ്മൾ ഈ നാട്ടുഭാഷയിൽ സാമട്ടിൽ എന്നൊക്കെ പറയില്ലേ ഗോകുൽ, ആ മട്ടിലാണ് രാവിലെ ഓരോരുത്തരെ ഓരോ സംഘമായി എത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഓഫീസിൽ വരുന്ന പോലെയൊക്കെയാണ് വരവ്. അതിപ്പോ നമ്മൾക്ക് ഇവിടെ കാണുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ സങ്കടത്തിൽ പറഞ്ഞു പോകുന്നതാണ്. അതിലിപ്പോ ഇനി അവരുടെ കുറ്റമായിരിക്കില്ല. ഇനി ഇവിടുത്തെ സാഹചര്യവും കാലാവസ്ഥ ക്ലൈമറ്റ് മാറ്റവും ഒക്കെ കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് പൂർണ്ണമായി തൃപ്തി തോന്നുന്ന തരത്തിലുള്ള രക്ഷാദൗത്യമാണ് നടക്കുന്നതെന്ന് ഉറപ്പായും വ്യക്തിപരമായി ഞാൻ പറയില്ല. ഞാൻ വ്യക്തിപരമായി പറയുന്നതാണ്. പോട്ടെ, എന്തായാലും ഇന്നിപ്പോൾ 7ാം നാളാണ്. 7ാം നാൾ എന്തെങ്കിലും ഒരു സൂചന കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്നിപ്പോ ഈ പുഴയിൽ കൂടി സമാന്തരമായി കുറച്ചുകൂടി വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചു നാവികസേനയുടെ ഡൈവർ സംഘങ്ങൾ എത്തി പരിശോധന നടത്തി. ഇതിനുള്ളിൽ അർജുന്റെ വണ്ടിയില്ല എന്ന് സ്ഥിരീകരിച്ചതാണെങ്കിൽ കൂടിയും ഒന്നുകൂടി കൂടുതൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുഴയിലെ തെരച്ചിൽ കൂടി ഇന്ന് ആക്റ്റീവ് ആവുന്നു. മാത്രമല്ല ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇത് ഇരുമ്പയിര് കൂടുതലുള്ള മണ്ണായതുകൊണ്ട് തന്നെ ഈ റഡാറിൽ, നമ്മൾ ആദ്യം ഉപയോഗിച്ച റഡാറിൽ കൂടുതൽ എവിടെ വെച്ചാലും എന്തെങ്കിലുമൊക്കെ സിഗ്നൽ എന്തെങ്കിലുമൊക്കെ റീഡിംഗ് കാണിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊഴിവാക്കാൻ തക്ക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് സേന നടത്താൻ പോകുന്നത് എന്നറിയാൻ കഴിയുന്നു. എന്തായാലും രാവിലെ അല്പസമയത്തിനകം തന്നെ, ഇപ്പോൾ തുടങ്ങിയിട്ടും അല്പസമയത്തിനകം തന്നെ കൂടുതൽ ഏറ്റവും സജ്ജമായ, ഏറ്റവും ആക്റ്റീവായ, ഇപ്പൊ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളാണല്ലോ ഗോകുൽ അങ്ങനെ ആക്റ്റീവായ രക്ഷാദൗത്യം നടക്കുന്നത്. ഇന്നിപ്പോൾ 7ാം നാൾ കുറച്ചുകൂടി കാര്യക്ഷമമായ രക്ഷാദൗത്യം നടക്കും എന്നതാണ് പ്രതീക്ഷ ഗോകുൽ. തീർച്ചയായും ഇപ്പോൾ ആകാശ ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും എത്രത്തോളം വ്യാപ്തിയിലാണ് ആ കുന്നിടിഞ്ഞ് വീണിരിക്കുന്നത്. അതിൽ എത്രത്തോളം ഭാഗത്തെ മണ്ണ് നീക്കി. ഇനി ആ റോഡിൽ കുറേ ഭാഗത്തുകൂടി മണ്ണ് കിടപ്പുണ്ട്. ആ മണ്ണിനകത്താണ്
അല്ലെങ്കിൽ ആ മണ്ണ് നീക്കത്തിലാണ് ഇന്ന് രാവിലെ രഞ്ജിത്ത് ഇസ്രയേൽ പ്രതീക്ഷ വെച്ചത്. ആ മണ്ണിനുള്ളിൽ അല്ലെങ്കിൽ ആ പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ണിനുള്ളിൽ അർജുൻ ഉണ്ടാകുമെന്നതാണ് ഇപ്പോഴും മലയാളികളായ രക്ഷാപ്രവർത്തകർ, രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ളവർ പ്രതീക്ഷ വെക്കുന്നത്. പുഴയിലേക്ക് ലോറി ഒരു കാരണവശാലും പോകില്ല എന്നവർ പ്രതീക്ഷ വെക്കുന്നു. പക്ഷേ കർണാടക സർക്കാരും റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പുഴയിലേക്ക് കൂടി ഒരു സാധ്യതയുണ്ട്, പുഴയിലേക്ക് ലോറി വീഴാൻ ഉള്ള സാധ്യതയാണ് കർണാടക സർക്കാരും NDRF ഒക്കെ കാണുന്നത്. പക്ഷേ കരയിലെ തെരച്ചിൽ, മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ, റോഡിലുള്ള തെരച്ചിൽ അവർ അവസാനിപ്പിക്കുന്നില്ല. ഇന്ന് പാറക്കല്ലുകൾ പൊട്ടിച്ച് നീക്കി പരിശോധന എന്നതാണ് അവർ ഇന്ന് പറഞ്ഞത്. അതിനുവേണ്ടിയുള്ള ദൗത്യം അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്.